ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗ്ലോ വിത്ത് സ്മൈൽ. ഇന്ന് നമ്മൾ മട്ടൻ ലിവർ റോസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുവാണ്. ചെറിയ പീസ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതായി പോകാൻ പാടില്ല. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തീരെ ചെറിയ പീസാണെങ്കിൽ ചുരുങ്ങി പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ചെറിയ പീസ് ആവരുതെന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കഴുകുന്നത് ഇപ്പം ചിലർക്ക് ലിവറിൻ്റെ സ്മെല്ല് ഇഷ്ടാവില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ഒഴിച്ച് കഴുകി എടുക്കുന്നത്. ഇതിപ്പം വിനീഗറൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മൾ വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കൂടി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പെരുംജീരകം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് കൊണ്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ലിവർ കൂടി ചേർത്ത് കൊടുക്കുക. ലിവർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയി. നിങ്ങൾ സവോള ഇടുന്ന സമയത്ത് തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി എടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലകൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലകളുടെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി വെള്ളം വറ്റുന്ന വരെ നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇതേ അപ്പം വെള്ളമൊക്കെ നല്ലപോലെ ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം കേട്ടോ, ഒട്ടും ഈർപ്പം ഇല്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ലിവർ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അധികം നേരം കുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ ലിവർ നല്ല ഹാർഡായി പോവും. അപ്പം നമുക്ക് ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പല രീതിയിൽ നമുക്ക് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഗ്ലോ വിത്ത് സ്മൈലിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം.